നമസ്കാരം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറാണ് റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകൾ. IRCTC, IRFC, ടിറ്റഗാർ റെയിൽ സിസ്റ്റം, റെയിൽടെൽ, റൈറ്റ്സ് ഉൾപ്പെടെയുള്ള പല സ്റ്റോക്കുകളും ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ടിറ്റഗാർ റെയിൽ സിസ്റ്റം 4.5%, ടെക്സ്മാക്കോ റെയിൽ 2%, റൈറ്റ്സ് 3%, റെയിൽടെൽ കോർപ്പറേഷൻ 2.7%, RVNL ഇന്ന് 4% ഉയർന്നു. റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന ബൈയിങ് മൊമെൻറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം 2025 ഡിസംബർ 26 വിത്ത് എഫക്റ്റോടുകൂടി റെയിൽ പാസഞ്ചർ ഫെയർ റെയിൽവേ ഉയർത്താൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് റെയിൽവേ സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. 215 കിലോമീറ്ററിലധികം സഞ്ചരിക്കുന്ന ട്രെയിനുകളിലെ ഓർഡിനറി ക്ലാസ്സിന് പെർ കിലോമീറ്ററിൽ 1 പൈസ എന്ന നിരക്കിലും ബാക്കിയുള്ള ക്ലാസ്സുകൾക്ക്, അതായത് നോൺ എ സി AC തുടങ്ങിയ ക്ലാസ്സുകൾക്ക് 2 പൈസ പെർ കിലോമീറ്റർ എന്ന നിരക്കിലുമാണ് പുതിയ നിരക്ക് വർധനവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമൂലം റെയിൽവേക്ക് 600 കോടി രൂപയുടെ അഡീഷണൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് റെയിൽവേയുടെ കോസ്റ്റ് എഫിഷ്യൻസിയെയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെയും ഉയർത്തിയേക്കും. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിലാണ് റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഇപ്പോഴും റെയിൽവേയുടെ പാസഞ്ചർ സെഗ്മെൻറ്റ് ലോസിൽ തന്നെയാണ്. ഫെയർ വാല്യൂവിനേക്കാളും 45% താഴ്ന്ന നിരക്കിലുള്ള പൈസയാണ് റെയിൽവേ ഇപ്പോഴും പാസഞ്ചേഴ്സിൽ നിന്നും ഈടാക്കുന്നത്. അതേസമയം ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടിൽ നിന്നും റെയിൽവേക്ക് മികച്ച രീതിയിലുള്ള വരുമാനം ലഭിക്കുന്നത് കൊണ്ടാണ് റെയിൽവേ ഇതിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഒരു മൊമെൻറ്റം തുടരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ റെയിൽവേയുടെ ഓപ്പറേറ്റിംഗ് റേഷ്യോയും ഇംപ്രൂവ് ആകുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം. ഇതിലേറ്റവും അട്രാക്റ്റീവായിട്ട് കാണുന്ന സ്റ്റോക്ക് RVNL ആണ്. 332 രൂപ സ്റ്റോക്കിൻ്റെ വില. ഇന്ന് സ്റ്റോക്ക് 4% ഉയരുകയും ചെയ്തു. 69,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 60. 52 വീക്ക് ലോ 301, 52 വീക്ക് ഹൈ 501, 52 വീക്ക് ലോയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. RVNLൻ്റെ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ, പ്രത്യേകിച്ചും വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 320, 310 തുടങ്ങിയ സോണുകൾ സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന ഡിമാൻഡിങ് സോണായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നും സ്റ്റോക്ക് 390 വരെ ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 277 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്ക് അതിൻ്റെ ഡിമാൻഡ് സോണിലേക്ക് എത്തുകയും ഡിമാൻഡ് സോണിൽ സ്റ്റോക്കിൽ ഫ്രഷ് ബൈയിങ് ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ 390, 400 പോലുള്ള ടാർഗറ്റ് പോയിന്റ് ഓഫ് വ്യൂ RVNL എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. രണ്ടാമത്തേത് അപ്പോളോ മൈക്രോസിസ്റ്റം ലിമിറ്റഡ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 2000% റിട്ടേണും കഴിഞ്ഞ ഒരു വർഷം മാത്രം 160% റിട്ടേണും നൽകിയ ഡിഫൻസ് സെക്ടറിലെ ഒരു ചെറിയ സ്റ്റോക്കാണ് അപ്പോളോ മൈക്രോസിസ്റ്റം ലിമിറ്റഡ്. സ്റ്റോക്ക് ഇന്ന് 5% ഉയർന്ന് 249 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. അപ്പോളോ മൈക്രോസിസ്റ്റം എന്ന കമ്പനിക്ക് ലേസർ ബേസ്ഡ് ഡയറക്റ്റഡ് എനർജി വെപ്പൺ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി DRDOയുമായി ടെക്നോളജി ട്രാൻസ്ഫർ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് അപ്പോളോ മൈക്രോസിസ്റ്റം എന്ന സ്റ്റോക്ക് ഇന്ന് ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ആത്മനിർഭർ ഭാരത് ഇനിഷ്യേറ്റീവ്സിനെയും ഇന്ത്യയുടെ ഡിഫൻസ് ഇൻഡിജിനൈസേഷനെയും ഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായി അലൈൻഡ് ആയിട്ടുള്ള പല പ്രോജക്റ്റുകൾ നടത്തുന്ന കമ്പനി കൂടിയാണ് അപ്പോളോ മൈക്രോസിസ്റ്റം ലിമിറ്റഡ് എന്ന കമ്പനി. പ്രത്യേകിച്ചും ഡയറക്റ്റഡ് എനർജി വെപ്പൺ ടെക്നോളജി ട്രാൻസ്ഫർ ലഭിക്കുന്നതോടുകൂടി കമ്പനിയുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ആകാൻ സാധ്യതയുണ്ട്. ഈ ഫാക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പോളോ മൈക്രോസിസ്റ്റം എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. അപ്പോളോ മൈക്രോസിസ്റ്റം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 160% റിട്ടേണും 5 വർഷം കൊണ്ട് 2060% റിട്ടേണും നൽകി. അതേസമയം സ്റ്റോക്ക് ഇപ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് 30% ഡിസ്കൗണ്ട് ലഭിക്കുകയാണ്. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 350 എന്ന റെസിസ്റ്റൻസ് സോണിൽ നിന്നും സ്റ്റോക്ക് ഇടിഞ്ഞ് 250 എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. 225 രൂപയുടെ സ്റ്റോപ്പ് ലോസ് സ്റ്റോക്കിൽ പ്ലേസ് ചെയ്യാം. ഇവിടെ നിന്നും 300, 350 പോലുള്ള ടാർഗറ്റ് എയിം ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്